എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ. 139 സങ്കീർത്തനം വായിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് വായിക്കാൻ തുടങ്ങി. ഞാൻ വായിച്ചു, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ അവിടെ തന്നെ അറിഞ്ഞു. എൻ്റെ മാതാപിതാക്കൾ അറിയുന്നതിന് മുൻപ് തന്നെ അവിടെ തന്നെ അറിഞ്ഞു. എനിക്ക് നിശ്ചയിക്കപ്പെട്ട നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് അത് എഴുതി വെച്ചു, അവൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു. അവിടുന്ന് എന്നെ വിസ്മയനീയമായ വിധത്തിൽ സൃഷ്ടിച്ചു. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകി. ഇതിങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ സെൽഫ് എസ്റ്റീം ഇങ്ങനെ കൂടാൻ തുടങ്ങി. എനിക്ക് അപ്പൻ തോമസ് ഏട്ടൻ മാത്രമല്ല, എനിക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ട്. ഈ കാണുന്നതൊക്കെ എൻ്റെ അപ്പൻ്റെയാണ്. എനിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു അഭിമാനം തോന്നി. കണ്ട, എൻ്റെ അപ്പൻ്റെ പറമ്പിലൂടെയാണ് ഞാൻ നടക്കുന്നത്. ഈ ലോകത്തിൽ ഓരോ കാര്യം കേൾക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെയാണെന്നൊരു ചിന്ത, ഇങ്ങനെ ഒരു ഭയങ്കര അഭിമാന ഹൃദയത്തിൽ കയറി തുടങ്ങി. ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇതാണ്. വേറൊരു എല്ലാ ഐഡന്റിറ്റി നിങ്ങളുടെ പോകട്ടോ. നിങ്ങളുടെ സമ്പത്തിനെ ഓർത്ത്, വീട്ടിൽ പണമുണ്ട് പോകാം, ഈ ഐഡന്റിറ്റി പോകാം. നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ മിടുക്കുണ്ട്, പ്രാപ്തിയുണ്ട്, ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്, ഒരു ഐഡന്റിറ്റി ആയിട്ട് തോന്നാം. എൻ്റെ ഐഡന്റിറ്റി ഇതാണ്, ഇത് പോകാം. ഒരു അസുഖം വന്നാൽ മതി, നേരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ മതി. ഒരു രോഗം വന്നാൽ ഈ ഐഡന്റിറ്റി ഇതേ കിടക്കുന്നു. എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഇത്രയും ഇതുണ്ട്, പേരുണ്ട്, ഇതുണ്ട്. നോ, പേരോ പ്രശസ്തിയോ പണമോ ഈ ലോകം തരുന്ന ഒരു ഫെയിമും നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. ഇതൊക്കെ എപ്പോൾ വേണേലും എങ്ങനെ വേണേലും മാറിപ്പോകാം. പക്ഷെ എനിക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ട്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച അതേ അപ്പൻ യുണീക്കായിട്ട് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഞാൻ ഈ അപ്പൻ്റെ മകനാണ്, മകളാണ്. ഇത് തരുന്നതിന് അഭിമാനമാണ് ഏറ്റവും വലിയ സെൽഫ് എസ്റ്റീം കാരണം. നിലനിൽക്കുന്ന സെൽഫ് എസ്റ്റീം അതാണ്. ബാക്കിയെല്ലാം നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിന് കാരണമാകാം. ഓക്കെ, അതിന് ആഡഡ് വാല്യൂ കൊടുക്കാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. കുരിശിൻ്റെ വഴിയിൽ 10-ാം സ്ഥലത്ത് തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് ഈശോ നിൽക്കുമ്പോൾ ഈശോയുടെ കണ്ണിലെ തിളക്കം കുറഞ്ഞില്ല. അവൻ്റെ ശിരസ് ഉയർന്നിരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? അവൻ പടയാളികളോട് പറയാതെ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ പുറത്തുള്ള ഈ ഡ്രസ്സ് മാത്രമേ അഴിച്ചു മാറ്റാൻ പറ്റൂ. എൻ്റെ ആത്മാവിൽ എൻ്റെ അപ്പൻ അണിയിച്ച അങ്കി തൊടാൻ പറ്റില്ല. നോ, നെവർ ടച്ച് വിത്തൗട്ട് മൈ പെർമിഷൻ. എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ അപ്പൻ എനിക്ക് തന്നിരിക്കുന്ന ഐഡന്റിറ്റിയെ തൊടാൻ നിനക്കെന്നല്ല ആർക്കും പറ്റില്ല. ഇതാണ് എത്ര പെട്ടെന്ന് നമ്മുടെ മുഖം വാടുന്ന. ആരെങ്കിലൊക്കെ ചില കമന്റ് പറയുമ്പോൾ അതേ കിടക്കണം. ഇത് വസ്ത്രം ഉരിയുന്ന പോലെയാണ്. വസ്ത്രം ഉരിയുന്ന പോലെ നമ്മളെ മറ്റുള്ളവർ അപമാനിക്കുന്നു, നിന്ദിക്കുന്നു, മാറ്റി നിർത്തുന്നു, കളിയാക്കുന്നു. 10-ാം സ്ഥലം ഓർക്കണം നിങ്ങൾ. അവൻ്റെ കണ്ണിലെ തിളക്കം കുറയാതിരുന്നത്, അവൻ്റെ ശിരസ് ഉയർന്നതിന് കാരണം ഇതാണ്. നോ, നിന്റെ ഡയലോഗിൽ എനിക്ക് തളരാൻ മനസ്സില്ല. ഈ ഒരു ദുഃഖത്തിൻ്റെ പേരിൽ തകരാൻ എനിക്ക് മനസ്സില്ല.